മിറ എന്ന ചലച്ചിത്രത്തിന്റെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. മിറായി വേദയുടെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നു. ഇതേസമയം മറുവശത്ത് 20 പോലീസുകാരിയടക്കം കൊന്ന ആ സംഭവം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ എത്തി. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങളിൽ അത് നോക്കിക്കണ്ടു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന SIയെ തങ്ങളുടെ കൂടെ ചേർത്ത് ഒരു ടീം ഫോം ചെയ്ത് ആ സംഭവങ്ങൾക്ക് പിന്നാലെ പോവാൻ അവർ തീരുമാനിച്ചു. ഇതേസമയം വിഭയെ പിടിച്ചുകൊണ്ടുപോയ ലേഡി അമരഗ്രന്ഥം എവിടെയെന്ന് ചോദിച്ച് വിഭയെ ഉപദ്രവിക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ വിഭ ഒന്നും തന്നെ വിട്ടുപറഞ്ഞില്ല. ഇനി എങ്ങോട്ടേക്ക് യാത്ര തുടരണം എന്നറിയാതിരിക്കുകയായിരുന്നു വേദ. ആ സമയത്താണ് വേദയ്ക്കടുത്തേക്ക് അഗസ്ത്യമുനി എത്തിച്ചേരുന്നത്. അഗസ്ത്യമുനി എന്ന് പറയാൻ ബുദ്ധിമുട്ടിയ വേദയോട് തന്നെ ഏജി എന്ന് വിളിച്ചാൽ മതി എന്ന് അഗസ്ത്യമുനി പറഞ്ഞു. പിന്നാലെ അഗസ്ത്യമുനിയായിരുന്നു മിറ എന്ന ആ ദണ്ടിന്റെ പവർ വേദയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഞൊടിയിടയിൽ നിന്ന് എടുത്തു നിന്ന് തന്നെ സ്ഥാനം മാറാൻ അതിന് പവർ ഉണ്ടായിരുന്നു. പക്ഷെ വേദ ആ ദണ്ട് ഉപയോഗിച്ച് മിറായി ഉപയോഗിച്ച് അത്തരത്തിലെന്തെങ്കിലും ശ്രമിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ അഗസ്ത്യമുനി അവന് നിർദ്ദേശം കൊടുത്തു. വ്യക്തമായ ലക്ഷ്യമുള്ളവർക്ക് ഇത് വഴി കാണിക്കൂ. എന്റെ മൈൻഡ് സ്പിരിച്വൽ ആയതുകൊണ്ടാണ് മിറായി ഉപയോഗിച്ച് നിന്നെയും കൊണ്ട് എനിക്കിങ്ങനെ വരാനൊക്കെ സാധിക്കുന്നത്. നിന്റെ ലക്ഷ്യവും മിറായും ഒന്നുചേരുമ്പോൾ അത് തന്നെ നിനക്കുള്ള വഴി കാണിക്കും. അത് സാധ്യമാകണമെങ്കിൽ ഈ മിറായും നീയും ഒന്നാകണം. അതിനിത് എന്റെ കയ്യിൽ തന്നെയുണ്ടല്ലോ വേദ പറഞ്ഞു. ഉടൻ വന്നു ഏജിയുടെ മറുപടി. നീ ജീവനാണ്, മനുഷ്യൻ, മിറായി ദൈവവും. രണ്ടും കൂടി ചേർന്നാൽ പോരാരംഭം. അതിന് നീ സിദ്ധക്ഷേത്രത്തിൽ എത്തിച്ചേരണം. ശ്രീരാമൻ ആദ്യമായി ആയുധം കയ്യിലേന്തിയിടാം. വൈകാതെ അവിടെ നിന്നും അഗസ്ത്യമുനിക്കൊപ്പം വേദയും കൂട്ടുകാരനും സിദ്ധക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. ഈ സമയം മറുവശത്ത് വിഭയെ മഹാബീർ ലാമയുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെടുകയായിരുന്നു. മഹാബീറിന്റെ മനസ്സ് വായിക്കാൻ വിഭ ശ്രമിച്ചെങ്കിലും അത് തടസ്സപ്പെട്ടു. മഹാബീറിനും കുറേയധികം ശക്തികൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു സംവാദം തന്നെ നടന്നു. മഹാബീർ ലാമയുടെ അഭിപ്രായത്തിൽ ആ ഗ്രന്ഥം കൈവശം വെച്ചവർ അതുകൊണ്ടൊരു പ്രയോജനവും ലോകത്തിന് കൊടുത്തിട്ടില്ല. ജാതിയും മതവും തിരിച്ച് എല്ലാം കൊണ്ടും ഇവിടെ പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ദൈവങ്ങൾ എന്നും പ്രശ്നങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. വിഭ അതിനെ ചോദ്യം ചെയ്തു. എന്നുവെച്ച് പുണ്യഗ്രന്ഥങ്ങൾ മോഷ്ടിച്ച് അതിലെ ശക്തികൾ കരസ്ഥമാക്കി ദുഷ്ടതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? എല്ലാവരെയും സഹായിക്കുകയും തുല്യരായി കാണുകയും ചെയ്യുന്നവനാണ് ദൈവം. അത്തരത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത നിനക്ക് അമരഗ്രന്ഥം ആഗ്രഹിക്കാൻ പോലും അർഹതയില്ല. പക്ഷേ മഹാബീർ തന്റെ ദേഷ്യം പ്രകടമാക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ ദേ ഇവിടെ എത്തിച്ചത് നിന്റെ ആ ദൈവമാണ്. തുടങ്ങിയതും ഒടുങ്ങിയതുമൊക്കെ അവിടെ തന്നെയായിരുന്നു. മഹാബീർ കുട്ടിയായിരുന്നപ്പോ അവന്റെ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അവന്റെ അച്ഛൻ ജാതകദോഷം പറഞ്ഞ് അമ്മയെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിച്ചു. പിന്നീട് അവന്റെ അമ്മയ്ക്ക് ബാധ കയറിയെന്ന് പറഞ്ഞ് അമ്മയെ ചുട്ടരിച്ചു. എവിടെ പോയാലും അവനെ അപശകുനമെന്ന് വിളിച്ച് മാറ്റി നിർത്തി. വേദങ്ങളോ ഒന്നും തന്നെ പഠിക്കാൻ അനുവദിച്ചില്ല. അവൻ അതിനുള്ള അർഹതയില്ലെന്ന് പറഞ്ഞായിരുന്നു ഗുരു അവനെ പുറത്താക്കിയത്. എന്തെങ്കിലും നല്ലത് പ്രവർത്തിച്ച് ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ മഹാബീർ ശ്രമിച്ചു. ജലദൗർലഭ്യം നേരിട്ട ഗ്രാമത്തിൽ മലമുകളിൽ കയറി തടസ്സം നീക്കി അവൻ ജലമെത്തിച്ചു. പക്ഷെ അപ്പോഴും ജനങ്ങൾ സ്തുതിച്ചത് ദൈവത്തിനെയായിരുന്നു. താനാണത് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ആരും അവനെ ശ്രദ്ധിച്ചില്ല. അവനെ അവഗണിച്ചു, വീണ്ടും കുറ്റപ്പെടുത്തി ദൈവത്തോട്. അതോടെ അവന് വെറുപ്പായി. അവന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് കുലവും യോഗ്യതയും സമ്പ്രദായവും ഒക്കെയാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അവൻ ഒരു ക്രൂരനായി മാറാൻ തുടങ്ങി. ദേഷ്യം അവൻ അവിടുത്തെ ദൈവവിഗ്രഹത്തിൽ തീർത്തു. അതോടെ നാട്ടുകാർ അവനെ പിടികൂടി കെട്ടിയിട്ട് ദൈവകോപമില്ലാതിരിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞു. പക്ഷേ അതവനെ കൂടുതൽ പകയുള്ളവനാക്കി മാറ്റി. ആദ്യം അവൻ അർഹതയില്ലെന്ന് പറഞ്ഞ ഗുരുവിനെ കൊന്നു. പിന്നീട് പൂജാരിയെയും അപമാനമെന്ന് പറഞ്ഞ കുടുംബത്തെയും ഒടുവിൽ അവന്റെ ഗ്രാമത്തെ തന്നെയും കൊന്നുതള്ളി. മൊത്തത്തിൽ തീയിട്ടു. എല്ലാം കത്തിയെരിയുമ്പോൾ അവൻ സന്തോഷിച്ചു. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു. വിഭയോട് സംസാരിക്കുകയായിരുന്ന മഹാബീർ അതൊക്കെ പറഞ്ഞതിന് പിന്നാലെ പറഞ്ഞു, ലോകത്തിലെ അനീതി ഇല്ലാതാകണമെങ്കിൽ ദൈവമില്ലാതാകണം. അതിനാണ് ഞാൻ പോരടിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ താൻ ഈ ഭൂമിയെ അടക്കി വാഴും. പക്ഷേ വിഭ പറഞ്ഞു, നിന്റെ ഈ വിദ്വേഷം കൊണ്ടുണ്ടാവുക പുതിയ പ്രപഞ്ചമായിരിക്കില്ല, മറിച്ച് ഒരു ശ്മശാനമായിരിക്കും. നീ ആപത്താണെന്ന് മനസ്സിലാക്കിയ അന്ന് തന്നെ അംബിക അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട്. അംബികയുടെ മകൻ. ആ നിമിഷം അംബിക മുമ്പ് പറഞ്ഞ ഒരു കാര്യം മഹാബീർ ലാമ ഓർത്തെടുത്തു. 9ാമത് ഗ്രന്ഥത്തിനടുത്തെത്താൻ അവനൊരു യോദ്ധാവിനെ നേരിടേണ്ടി വരുമെന്ന കാര്യം. പക്ഷേ മഹാബീർ അതിനെ പുച്ഛിക്കുകയായിരുന്നു ചെയ്തത്. തന്റെ സ്പൈയായ ലേഡിയുടെ പക്കൽ ശബ്ദഗ്രന്ഥം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഒരു ആയുധം കൊടുത്ത് ഇതുവരെ നീ ചെയ്ത കാര്യങ്ങൾക്കുള്ള റിവാർഡാണിത് എന്ന് പറഞ്ഞ ശേഷം വേദയെ പിടികൂടിക്കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അവിടെ നിന്നും കഥ സിദ്ധക്ഷേത്രത്തിലേക്ക് തിരിയുന്നു. വേദയും മേജിയും കൂട്ടുകാരനും സിദ്ധക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ ആയുധം പൂജിക്കുന്നിടത്ത് മിറായി കൊടുത്ത് പൂജിക്കാൻ വേദ ശ്രമിച്ചെങ്കിലും അതൊരു ആയുധമായി പോലും പരിഗണിക്കാതെ ആ സന്യാസി വര്യൻ പറഞ്ഞയച്ചു. അതൊരു കൊച്ചുകുട്ടി കണ്ടിരുന്നു. ആ കുട്ടി വേദയ്ക്കടുത്തു വന്ന് പറഞ്ഞു, ഇവിടെ
രാമൻ ധ്യാനം ചെയ്ത് ആദ്യമായി ആയുധമെടുത്ത സ്ഥലമുണ്ട്. ഈ ആയുധം അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. വേദ സംശയത്തോടെ അഗസ്ത്യമുനിയെ നോക്കി. അതുപോലെ ചെയ്യാനായിരുന്നു അദ്ദേഹം കണ്ണു കാണിച്ചത്. വേദ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഒരാൾ വെറുതെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളോട് ഇതാണോ രാമഭഗവാൻ ധ്യാനം ചെയ്ത സ്ഥലം എന്നവൻ ചോദിച്ചെങ്കിലും അയാൾ കൃത്യമായി മറുപടി പറഞ്ഞില്ല. വേദ അവിടെ തുടരാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് മഹാബീർലാമയുടെ കയ്യാളുകൾ കടന്നെത്തിയത്. കൂട്ടത്തിൽ വിഭയും ആ ലേഡിയും ഉണ്ടായിരുന്നു. വേദയെ ആക്രമിക്കാൻ ആ ലേഡി ഉത്തരവിട്ടു. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത ഏറ്റുമുട്ടലായിരുന്നു. പക്ഷെ ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ വേദയ്ക്ക് സാധിച്ചില്ല. ശബ്ദഗ്രന്ഥം കൊണ്ടുണ്ടാക്കിയ ആയുധം പോലും വേദയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെട്ടിരുന്നു. ഇതിനിടയിൽ വിഭയുടെ കൈ അവർ മുറിക്കുകയും ചെയ്തു. കയ്യിൽ നിന്ന് രക്തമിറ്റ് വിഭയും മരണത്തിലേക്ക് പോകുന്നു. ഒടുവിൽ വേദ പരാജിതനാവാൻ നിന്ന സമയം അവിടുണ്ടായിരുന്ന ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠയിലേക്ക് അഗസ്ത്യമുനി ഒന്ന് നോക്കി. കയ്യിൽ നിന്ന് ഉരുണ്ടുപോയിരുന്ന മിറായ് വേദയുടെ കയ്യിലേക്ക് തിരികെ എത്തി. അത് കുത്തിപ്പിടിച്ച് വേദ എഴുന്നേറ്റു. കൊല്ലുവാൻ ശത്രുക്കൾ പാഞ്ഞെടുക്കുന്നു. അഗസ്ത്യമുനി പറഞ്ഞ കാര്യം വേദയോർത്തു. മിറായ്, നിന്റെ ഉദ്ദേശം ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് പ്രവർത്തിക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും. പറഞ്ഞ പോലെ സംഭവിച്ചു. അവന്റെ ഉദ്ദേശം മിറായ് തിരിച്ചറിഞ്ഞു. മിറായ് വളർന്ന് നീണ്ട ഒരു ദണ്ഡായി മാറി. ശക്തിയുറ്റ ദണ്ഡ്, ശ്രീരാമ ഭഗവാന്റെ ആയുധം. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു പോരാട്ടമായിരുന്നു. ശക്തിയുറ്റ ആ ആയുധം ഉപയോഗിച്ച് വേദ ശത്രുക്കളോട് ഏറ്റുമുട്ടി. ലേഡി ശബ്ദ തരംഗങ്ങളുള്ള ആ ആയുധം വരെ വേദയ്ക്കെതിരെ പ്രയോഗിച്ചെങ്കിലും മിറായ് ഉപയോഗിച്ച് കവചം തീർത്ത് വേദ അത് തകർത്തു. ആ ലേഡിയെയും കൊന്നുതള്ളി. പിന്നാലെ മരണത്തോട് മല്ലിട്ട് കിടന്ന വിഭയ്ക്കടുത്തേക്ക് അവൻ ഓടിയെത്തി. മിറായ് വിഭയുടെ കയ്യിൽ വീണതും മുറിവുണങ്ങി വിഭ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവരൊക്കെയും അത് കണ്ട് അതിശയിച്ചു പോയിരുന്നു. അപ്പോഴേക്കും അഗസ്ത്യമുനി അവിടെ നിന്ന് പോയി കഴിഞ്ഞു. മുമ്പ് മുനി പറഞ്ഞ കാര്യം വേദയോർത്തു. ജന്മലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കിനി ഒരു ഗുരുവിന്റെ ആവശ്യമില്ല. മുന്നോട്ടു പോകാൻ വേദ തീരുമാനിച്ചിരുന്നു. വിഭ പറഞ്ഞു, നമുക്ക് മുമ്പിൽ അധികം സമയമില്ല. 9ാമത് ഗ്രന്ഥം എത്രയും വേഗം കരസ്ഥപ്പെടുത്തണം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുക തന്ത്രവനത്തിലായിരിക്കും. അമ്മ പറഞ്ഞ വാക്കുകൾ വേദയുടെ ഓർമ്മയിലേക്ക് വന്നു. വിഭയിൽ നിന്നും വേദ ആ സ്ഥലം തന്നെ മനസ്സിലാക്കി. തന്ത്രവനം, ആദ്യ യോദ്ധാവിന്റെ ഇടം, ആദ്യ ഗ്രന്ഥം സൂക്ഷിക്കപ്പെട്ട ഇടം, കാമാക്യ ദ്വീപ് സമൂഹം. വൈകാതെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. മറുവശത്ത് പോലീസ് സംഘവും വേദയുടെ ഒരു കൂട്ടുകാരനെ ഉപയോഗിച്ച് അവർ പോകുന്നത് കാമാക്യയിലേക്കാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നു. 20 പോലീസുകാർ കൊല്ലപ്പെടാനുള്ള കാരണം വേദയും വിഭയുമാണല്ലോ. അവരെ പിടികൂടി ചോദ്യം ചെയ്താൽ വിവരം കിട്ടും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അവർ കാമാക്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു സിദ്ധവര്യനെ കണ്ടു. അയാളോട് സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് അവർക്കൊരു വിവരം കിട്ടി. ആദ്യ ഗുരു അങ്കമബാലി സിദ്ധരുടെ ഉപാസനയിൽ പങ്കെടുക്കാൻ വേണ്ടി 3 പൗർണമികളിൽ എപ്പോഴും എത്താറുണ്ട്. ഇന്ന് പൗർണമിയാണ്. പൂജ നടക്കുന്ന ദിവസം അങ്കമബാലി അങ്ങോട്ടേക്ക് വരും. പക്ഷേ അദ്ദേഹത്തിന്റെ അരികിലെത്തുക ഒട്ടും എളുപ്പമല്ല. ഇതേ സമയം സിദ്ധക്ഷേത്രത്തിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ മഹാബീർലാമ എത്തിച്ചേർന്നിരുന്നു. അവിടെ വിശ്രമിച്ചിരുന്ന ആ നാട്ടുകാരനെ പിടികൂടി അയാളെ ചോദ്യം ചെയ്ത് വേദയും മറ്റും പോയത് കാമാക്കിയിലേക്കാണെന്ന് മഹാബീർലാമ മനസ്സിലാക്കി. വേദയും കൂട്ടരും പുറപ്പെട്ട് സിദ്ധരുടെ യാഗം നടക്കുന്നിടത്തെത്തി. വൈകാതെ അങ്കമബലിയും സംഘവും കടന്നു വന്നു. വിഭ പറഞ്ഞു, അദ്ദേഹത്തിനൊപ്പം താന്ത്രികരുടെ ഒരു സംഘം തന്നെയുണ്ട്. ദൂരെ നിന്ന് അദ്ദേഹത്തെ കാണാമെന്നല്ലാതെ അദ്ദേഹത്തിന് അടുത്തെത്താൻ നിനക്ക് സാധിക്കില്ല. വേദ അത് കേട്ടു. പക്ഷേ പിന്മാറാൻ അവൻ ഒരുക്കമായിരുന്നില്ല. വേദയെയും മറ്റും പിന്തുടർന്ന് പോലീസ് സംഘവും അവിടെ എത്തിയിരുന്നു. ഒടുവിൽ അങ്കമബലി എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ നിൽക്കുമ്പോൾ മിറായ് ഉപയോഗിച്ച് നീണ്ട ജലാശയം മുറിച്ചു ചാടി വേദ അങ്കമബാലിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഏവരും അത് കണ്ട് അതിശയത്തോടെ നോക്കിയിരുന്നു. പോലീസ് സംഘം വേദയ്ക്കെതിരെ വെടിയുതിർത്തു. പക്ഷേ മിറായ് തീർത്ത കവചം അവനെ സംരക്ഷിച്ചു. അവനങ്ങനെ ചാടുന്ന കണ്ട് പോലീസുകാർ വരെ ഞെട്ടിപ്പോയിരുന്നു. അങ്കമബലിയുടെ മുമ്പിൽ വേദയെത്തി. താന്ത്രികർ അവനെതിരിടാൻ മുന്നിട്ട് വന്നെങ്കിലും അങ്കമബലി തടഞ്ഞു. അംബിക പറഞ്ഞ യോദ്ധാവിനെ അങ്കമബലി കാത്തിരിക്കുകയായിരുന്നു. മിറായ് കയ്യിൽ വെച്ച അവനെ അങ്കമബലി തിരിച്ചറിഞ്ഞു. പിന്നാലെ അങ്കമബലി അവനുമായി താന്ത്രിക വനത്തിലേക്ക് യാത്ര തിരിച്ചു. പോലീസുകാരും അവരെ പിന്തുടർന്നിരുന്നു. പക്ഷേ തന്റെ തന്ത്രവിദ്യ കൊണ്ട് അവരെ അങ്കമബലി വഴിതെറ്റിച്ച് മറ്റൊരിടത്തേക്ക് അയച്ചു. പോലീസുകാർ ഒന്നടങ്കം ആ കൺകെട്ടിൽ ഞെട്ടിയിരുന്നു. അവിടെ നിന്ന് പോന്ന വേദയും കൂട്ടരും അങ്കമബലിക്കൊപ്പം തന്ത്രവനത്തിലേക്കെത്തി. തന്ത്രവനത്തിലെ അവരുടെ ആരാധ്യ ദേവതയെ അങ്കമബലി തന്നെ വേദയ്ക്ക് കാണിച്ചു കൊടുത്തു. അവിടെ മുഴുവൻ സമയം തീച്ചൂളയിൽ ഇരുന്നിരുന്ന ഒരു ശില്പമുണ്ടായിരുന്നു. തങ്ങളുടെ ദേവി മനുഷ്യരൂപം എടുത്തതാണ് അംബിക പ്രജാപതി എന്നായിരുന്നു അങ്കമബലി പറഞ്ഞത്. പിന്നാലെ നടന്ന ആ കാര്യങ്ങൾ അങ്കമബലി വിശദീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കൽ അങ്കമബലി പോകുമ്പോൾ ഒരു ഗ്രാമം കത്തിയെരിയുന്നത് കണ്ടു. അവിടെ ഒരു കുട്ടിയെ മാത്രം
ജീവനോടെ അയാൾ കണ്ടിരുന്നു. ആ കുട്ടിക്കടുത്ത് ചോദിച്ചപ്പോ ഗ്രാമം മുഴുവൻ കത്തിപ്പോയെന്നും താൻ മാത്രമാണ് ബാക്കിയായത് എന്നും ആ പയ്യൻ വേദനയോടെ നിസ്സഹായതയോടെ പറഞ്ഞു. പക്ഷേ അവനാണ് ആ ഗ്രാമം കത്തിയിരിച്ചത് എന്ന് അങ്കമബലിക്ക് അപ്പോൾ അറിയാൻ പാടുണ്ടായിരുന്നില്ല. അതായിരുന്നു മഹാബീർ ലാമ. മഹാബീറിനെ തന്ത്രവനത്തിലേക്ക് അങ്കമബലി കൂട്ടിക്കൊണ്ടുവന്നു. നല്ല ഭക്ഷണം കൊടുത്തു. തന്റെ മകനൊപ്പം തന്ത്രങ്ങൾ പഠിപ്പിച്ചു. മികവുറ്റ തന്ത്രങ്ങൾ അറിയാവുന്ന, മന്ത്രവിദ്യ അറിയാവുന്ന ഒരുത്തനായി മഹാബീർ വളർന്നു വന്നു. ആദ്യമാദ്യം അവന്റെ കഴിവുകളിൽ അങ്കമബലിക്ക് വരെ ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു. ഒടുവിൽ തന്റെ പിൻഗാമിയെ തീരുമാനിക്കേണ്ട സമയമെത്തി. ഒരു മത്സരത്തിലൂടെ പിൻഗാമിയെ നിർണയിക്കാം എന്ന് അങ്കമബലി തീരുമാനിച്ചു. അതിനായി മത്സരങ്ങൾ വെച്ചു. പക്ഷേ മത്സരത്തിൽ തന്ത്രവിദ്യയിലെ രൂക്ഷമായ തന്ത്രങ്ങളായിരുന്നു മഹാബീർ പ്രയോഗിച്ചത്. പരിധി കടന്നാൽ മനുഷ്യർക്ക് വരെ ആപത്തുണ്ടാകുന്നയൊന്ന്. ക്രോധവും തന്ത്രവും ചേർന്നാൽ അതേവരുടെയും ജീവനെടുത്തേക്കാം എന്നവനെ വാൺ ചെയ്ത അങ്കമബലി തന്റെ മകനെ തന്നെ തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. അത് മഹാബീറിനെ ചൊടിപ്പിച്ചു. മഹാബീർ തനിക്കറിയാവുന്ന തന്ത്രവിദ്യകളും മറ്റു കുറെ കാര്യങ്ങളും കൂടി ചേർത്ത് പ്രവർത്തിച്ച് തന്റെ പ്രതികാരം തീർക്കുവാൻ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ചില ബന്ധനങ്ങൾ, രക്ഷകൾ അവൻ ആവാഹിച്ചെടുത്തു. ബാബ തന്നതാണെന്ന് പറഞ്ഞ് കുലത്തിലെ ഓരോരുത്തരുടെയും കയ്യിൽ അവൻ അത് ധരിപ്പിച്ചു. പിന്നാലെ അവനവന്റെ പ്രതികാര നടപടികൾ ആരംഭിച്ചു. തന്ത്രങ്ങളിലൂടെ അങ്കമബലിയുടെ മകൻ സുബാഹുവിനെ അവൻ വകവരുത്തി. അങ്കമബലിയെ തന്ത്രങ്ങളിൽ പെടുത്തി ബന്ദിയാക്കി. അവനെ എതിർക്കാൻ വന്ന ആ ഗ്രാമത്തിലെ ജനങ്ങളെ അവനണിയിച്ച ബന്ധനം കൊണ്ട്, അതിൽ പ്രയോഗിച്ച കുതന്ത്രങ്ങൾ കൊണ്ട് ബന്ദികളാക്കി. അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിൽ ശക്തമായൊരു മന്ത്രം പ്രയോഗിച്ചു. അനങ്ങാൻ പറ്റാതെ ബന്ദികളായി നിന്ന് ഞരമ്പുകൾ തടിച്ച് നീരുരുകി വീണ് ശിലകളെപ്പോലായി ഒടുവിൽ മരണമടയുന്ന ക്രൂരമായ അവസ്ഥ. കാലബോധി എന്നായിരുന്നു ആ തന്ത്രത്തിന്റെ പേര്. കാലബോധിക്കെതിരെ പ്രവർത്തിച്ച് രക്ഷപ്പെടൽ അത്രമേൽ എളുപ്പമുള്ള ഒന്നല്ല, അസാധ്യം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ജീവത്യാഗത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എല്ലാവരും മരണപ്പെടും എന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് അംബിക പ്രജാപതി കടന്നുവരുന്നത്. വേദയുടെ അമ്മ. എല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന അംബിക അവിടെ എത്തിച്ചേരുകയായിരുന്നു. അങ്കമബലി അംബികയോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞു. അമരഗ്രന്ഥം സംരക്ഷിക്കേണ്ടവളാണ് നീയെന്ന് പറഞ്ഞു. അതിൽ നിന്നുമാണ് മറ്റു ഗ്രന്ഥങ്ങളുണ്ട് എന്ന വിവരം മഹാബീർ അറിഞ്ഞത്. അന്ന് അംബിക മഹാബീറിനെതിരെ നിന്നു. മഹാമുദ്രയിൽ അന്തർധാര ക്രിയ ചെയ്തു. അത് ചെയ്യുന്ന വ്യക്തി സ്വയം ജീവത്യാഗം ചെയ്യും. ഏറ്റെടുത്ത് ശിലയായി മാറും. സ്വയം കത്തിയമരും. ജനങ്ങൾക്കു വേണ്ടി, കുലത്തിനു വേണ്ടി അംബിക സ്വയം ബലിയർപ്പിച്ചു. അംബിക തീർത്ത കവചം താണ്ടി ചെല്ലാൻ മഹാബീറിന് സാധിച്ചില്ല. മഹാബീർ പിന്തിരിഞ്ഞോടി. പക്ഷേ പോകുന്നതിനു മുമ്പ് എല്ലാ ഗ്രന്ഥങ്ങളും നേടി പൂർണ്ണ ശക്തനായി താൻ തിരികെ വരും എന്നൊന്ന് മഹാബീർ ആണയിട്ടിരുന്നു. കുലത്തെ മുഴുവൻ രക്ഷിച്ച് അംബിക പ്രജാപതിയാണ് കത്തിയെരിയുന്ന ശിലയായി തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് വേദ തിരിച്ചറിഞ്ഞു. തന്റെ സ്വന്തം അമ്മ ഒരു കുലത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്തിരിക്കുന്നു. തന്നെ ത്യാഗം ചെയ്തിരിക്കുന്നു. അമ്മയുടെ ആ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് അവൻ ശപഥമെടുത്തു. ആ 9 വിശുദ്ധ ഗ്രന്ഥങ്ങളെയും അതിന്റെ സ്ഥാനത്ത് താൻ എത്തിക്കുമെന്ന്. പിന്നാലെ അമരഗ്രന്ഥം തിരഞ്ഞ് അവിടെ നിന്നും വേദയാത്ര തുടങ്ങി. നക്ഷത്രങ്ങൾ അവന് വഴികാട്ടി. ദൈവങ്ങൾ അവന് പാതയൊരുക്കി. തടസ്സങ്ങളെല്ലാം താണ്ടി അവൻ ആ ഒരു ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ കണ്ട ഒരു ശിലയ്ക്കടുത്തു ചെന്ന് വിഗ്രഹത്തെ തൊഴുതുകൊണ്ട് സഹായിക്കാൻ അവൻ പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇല പറന്നു പൊങ്ങി. അവിടെ ഉണ്ടായിരുന്ന അദൃശ്യ ഭിത്തി അവന് കാണിച്ചു കൊടുത്തു. അതിനപ്പുറം താണ്ടിച്ചെന്ന് അവനെയും കാത്ത് അമരഗ്രന്ഥമുണ്ടായിരുന്നു. അവന്റെ അമ്മ അവൻ വരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച അതേ അമരഗ്രന്ഥം. അവൻ അതെടുത്ത് അവിടെ നിന്ന് തിരികെ പോന്നു. വീണ്ടും അവൻ തന്ത്രവനത്തിലെത്തി. 9 പുസ്തകങ്ങളും ഒന്നിച്ചാലേ അമരത്വത്തിന്റെ വഴി തെളിയുകയുള്ളൂ. അതുകൊണ്ട് മഹാബീർ അവരെ തേടിയെത്തും. മഹാബീർ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കാലബോധിയായിരിക്കും എന്നും അങ്കമബലി പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനതയെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു മഹാബീറിന്റെ തീരുമാനം. കുംഭമേള. അവിടെ അവൻ തയ്യാറാക്കിയ ആ രക്ഷകൾ വിതരണം ചെയ്യപ്പെടും. കാലബോധി മന്ത്രത്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട, ദുർമന്ത്രവാദത്തിലൂടെ തയ്യാറാക്കപ്പെട്ട രക്ഷകൾ. കുംഭമേളയിൽ ഒരുപാട് ജനങ്ങളെത്തും. അവർക്കൊക്കെ സൗജന്യമായി കാലബോധി രക്ഷകൾ വിതരണം ചെയ്യപ്പെട്ടു. ഒന്നുമറിയാതെ ആ ജനങ്ങൾ, ആ വിശ്വാസികൾ അത് ധരിച്ചു എല്ലാവരെയും ഒരേ സമയം കൊലപ്പെടുത്താനായിരുന്നു മഹാബീറിന്റെ പദ്ധതി. വേദയ്ക്ക് അത് തടഞ്ഞേ തീരൂ. കാമാക്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുംഭമേള നടക്കുന്നിടത്തേക്ക് പുറപ്പെടാൻ വേണ്ടി വേദയും സംഘവും പുറപ്പെട്ടു. അവർ അവിടെ നിൽക്കുമ്പോൾ അവരെപ്പറ്റി വിവരം കിട്ടി. പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തി അവരെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ ട്രെയിനിൽ കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. അപകടമാണെന്നും തങ്ങൾക്ക് കുംഭമേളയ്ക്ക് പോകണം എന്നുമൊക്കെ വിഭയും വേദയുമൊക്കെ പറഞ്ഞെങ്കിലും പോലീസുകാർ അത് ചെവികൊണ്ടില്ല. മറുവശത്ത് അതേ റെയിൽവേ ട്രാക്കിൽ വേദയെയും മറ്റും
പ്രതീക്ഷിച്ച് മഹാബീർ കാത്തുനിന്നിരുന്നു. ഇതിനിടയിൽ അവിടെ നിന്നും മഹാബീർ തന്റെ മന്ത്രശക്തി കൊണ്ട് കാലബോധി പ്രവർത്തിച്ചു. മന്ത്രം പ്രയോഗിക്കപ്പെട്ടതോടെ കുംഭമേളയ്ക്കെത്തിയവരിൽ സ്നാനത്തിനിറങ്ങിയവരടക്കം ആ ദുർമന്ത്രവാദത്തിൽപ്പെട്ട് മരണത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു, ശിലയായിക്കൊണ്ടിരുന്നു. ഈ സമയം മഹാബീർ അയച്ച ആളുകൾ ട്രെയിനിൽ പോവുകയായിരുന്ന പോലീസുകാരെയും വേദയെയും മറ്റും ആക്രമിക്കാനെത്തി. എല്ലാം മനസ്സിലാക്കിയ പോലീസുകാർ വേദയെ മോചിപ്പിച്ചു. വേദ വന്ന അക്രമകാരികളെ അടിച്ചൊതുക്കി. പക്ഷേ ട്രെയിൻ നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. ഡ്രൈവറെ അക്രമകാരികൾ കൊലപ്പെടുത്തി കളഞ്ഞു. അപ്പോഴാണ് SI മിറായ് വേദക്കിട്ടുകൊടുക്കുന്നത്. മിറായുടെ ശക്തി കൊണ്ട് വേദ അപകടത്തിൽപ്പെടാൻ പോയ ട്രെയിൻ നിർത്തി എല്ലാവരുടെയും ജീവൻ സംരക്ഷിച്ചു. ഇതേ സമയം ഉയർന്ന പാലം തകർത്ത് ട്രെയിൻ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി മഹാബീർ അവിടെ കാത്തുനിന്നിരുന്നു. മഹാബീറിന്റെ മുമ്പിലായി അപകടത്തിൽപ്പെടുന്നതിനു മുമ്പേ നിന്ന ട്രെയിനിന്റെ മുകളിൽ നിന്നും വേദ നടന്നു വന്നു. മഹാബീറിനെ കണ്ടതും മിറായുമായി അവന്റെ നേരെ ചാടി വീണു. പിന്നെ അവർ തമ്മിൽ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. കരുത്തുറ്റ രണ്ടുപേരുടെ ഏറ്റുമുട്ടലിന്റെ ഒരു ഘട്ടത്തിൽ വേദയ്ക്കുമേൽ കനത്ത പ്രഹരമേൽപ്പിച്ച് മഹാബീർ ഉയർന്ന പാലത്തിൽ നിന്നും അവനെ താഴേക്ക് തട്ടിയിട്ടു. മരണത്തെ മുമ്പിൽ കണ്ട് വേദ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ഏവരും ഞെട്ടലോടെ അത് നോക്കി നിൽക്കെ അവനെ സംരക്ഷിക്കാൻ ആ കഴുകൻ തന്നെ പറന്നെത്തി. മിറായുടെ കാവലാളായ അതേ കഴുകൻ താഴെ വീഴാതെ തന്റെ ചിറകുകളിൽ വേദയെ താങ്ങി അത് പറന്നുയർന്നു. അവന്റെ കയ്യിൽ തന്നെ മിറായും വന്നുപെട്ടു. ഒടുവിൽ ഒരിടത്ത് സുരക്ഷിതമായി അവനെ താഴെയിറക്കി ആ കഴുകൻ പറന്നകന്നു. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹാബീറും എത്തിച്ചേർന്നിരുന്നു. വിഭയുടെ കയ്യിലുണ്ടായിരുന്ന അമരഗ്രന്ഥം മഹാബീർ കൈവശപ്പെടുത്തി. മറ്റ് ഗ്രന്ഥങ്ങൾ കൂടി പുറത്തെടുത്ത് അയാൾ ആവാഹനം ആരംഭിച്ചു. തടയാൻ മിറായടക്കം ഉപയോഗിച്ച് വേദ ശ്രമിച്ചെങ്കിലും വേദയ്ക്കതിന് സാധിച്ചില്ല. എല്ലാ ഗ്രന്ഥങ്ങളും മഹാബീർ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചു. അമരത്വമുള്ള അത്രമേൽ ശക്തിയുള്ളവനായി മാറി. പിന്നീടുള്ള മഹാബീറിന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ വേദയ്ക്ക് പറ്റുമായിരുന്നില്ല. വേദ ദൂരേക്ക് തെറിച്ചു വീണു. പാറക്കെട്ടിലിടിച്ച് അവശതയിലിരുന്നു. ഇതൊക്കെ നോക്കി വിഭ ഭയത്തോടെ വേദനയോടെ നിൽക്കുകയായിരുന്നു. എല്ലാം അവസാനിക്കാൻ പോകുന്നു. എല്ലാ ശക്തികളും മഹാബീറിന് കൈവന്നിരിക്കുന്നു. കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെടാൻ പോകുന്നു. വേദയ്ക്കടക്കം ആർക്കും മഹാബീറിനെ തടുക്കാനേ സാധിക്കുന്നില്ല. കാലബോധി തടയുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അങ്കമബലി പറഞ്ഞുകൊടുത്ത അവസാന തന്ത്രം, അവന്റെ അമ്മ പ്രയോഗിച്ച തന്ത്രം, മഹാബീർ ഉണ്ടാക്കിയ കങ്കണം വെച്ചുകൊണ്ട് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് പ്രയോഗിക്കുന്ന മന്ത്രം. വേദ ഒടുവിൽ അതിനും തയ്യാറായി. അങ്കമബലി കൊടുത്തിരുന്ന മഹാബീർ തയ്യാറാക്കിയ കങ്കണങ്ങളിൽ ഒന്നെടുത്ത് തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറെടുത്ത് അവൻ ആ മന്ത്രം ചൊല്ലി മുദ്രയിലാണ്ടിരിക്കാൻ ആരംഭിച്ചു. തീ അവന്റെ ശരീരത്തിലേക്ക് പടർന്നു പിടിച്ചു. അവൻ ശിലയായി മാറാൻ തുടങ്ങി. വേദനയോടെ വിഭയും കൂട്ടുകാരും അത് നോക്കി നിന്നു. മഹാബീറും അത് നോക്കിക്കണ്ടിരുന്നു. ആ നിമിഷത്തിൽ പണ്ട് അവന്റെ അമ്മ മഹാമുനിയോട് ചോദിച്ച ചില കാര്യങ്ങൾ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. യുദ്ധത്തിൽ അവൻ പരാജിതനായാൽ, മരണം അവന്റെ മുമ്പിലെത്തിയാൽ എന്തു സംഭവിക്കും? അവനെ ആരാണ് രക്ഷിക്കുക? അന്ന് അദ്ദേഹം പറഞ്ഞു, ലോകം കാക്കാൻ സ്വയം ത്യാഗം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവനെ ഈ പ്രകൃതി തന്നെ കാവൽ നിന്ന് കാക്കും. മരണത്തെപ്പോലും തോൽപ്പിക്കാൻ പറ്റുന്ന അസുരനായി ശത്രു മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം തന്നെ ആയുധമായി വന്ന് അവതരിക്കും. മഹാമുനി പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയായിരുന്നു. ആകാശം ഇരുണ്ടുകൂടി, മഴ പെയ്തു. അവൻ പ്രയോഗിക്കാൻ നിന്ന മന്ത്രങ്ങളെ തടുത്ത് കത്തിയെറിഞ്ഞ് അവന്റെ കൈകളിലെ തീ അണഞ്ഞു. പിന്നാലെ മിറായ് പെട്ടെന്ന് വീണെടുത്തു നിന്നുയർന്നു, എഴുന്നേറ്റു വന്നു. മഹാമുനിയുടെ വാക്കുകൾ ഉയർന്നു കേട്ടു. എത്തരത്തിലുള്ള ആയുധമാണെന്നറിയാമോ? ആദിയോദ്ധാവ് കരങ്ങളിലേന്തി താണ്ഡവമാടിയ ദണ്ഡാണത്. ശ്രീരാമൻ തന്നെ മഹർഷിക്ക് കൈമാറിയ ദണ്ഡ്. മിറായ് അന്ന് അത് കൈമാറുമ്പോൾ ശ്രീരാമ ഭഗവാൻ മഹർഷിയോട് പറഞ്ഞു, ധർമ്മ സംസ്ഥാപനത്തിനായി പിറന്നവന്റെ കയ്യിൽ ഈ ദണ്ഡ് ആയുധമായി മാറും, ദിവ്യാസ്ത്രമായി മാറും. സാക്ഷാൽ ശ്രീരാമന്റെ ആയുധം കോദണ്ഡം. ഉയർന്നു പൊങ്ങി നിന്ന മിറായിൽ വേദ എഴുന്നേറ്റ് പിടിച്ചതും അത് ശ്രീരാമ ഭഗവാന്റെ ആയുധമായി മാറാൻ ആരംഭിച്ചു. കോദണ്ഡം. അത് കണ്ട് അവിടുള്ളവരുടെ കണ്ണുകൾ വിരിഞ്ഞു. അതിശയത്തോടെ അവർ വേദയെയും വേദയുടെ കയ്യിലെ ആയുധത്തെയും നോക്കിക്കണ്ടു. വേദ ഒട്ടും മടിച്ചില്ല. അസുര നിഗ്രഹത്തിനായി ശ്രീരാമ ഭഗവാൻ ഉപയോഗിച്ച ആ ആയുധം മഹാബീറിന് നേരെ പ്രയോഗിച്ചു. അമരത്വത്തിന്റെ കരുത്തു നേടിയിട്ടുകൂടി ആ ദൈവായുധം മഹാബീറിന്റെ ജീവനെടുത്തു.
കൊടുത്തു. മഹാബീർ പ്രയോഗിച്ച ദുർമന്ത്രങ്ങൾ മാഞ്ഞു. കുംഭമേളയിലെ ലക്ഷക്കണക്കിന് ജീവനുകൾ തിരികെ വന്നു. ആകാശത്ത് ശ്രീരാമ ഭഗവാന്റെ ആയുധം കണ്ട് അവർ കൈകൾ തൊഴുതു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.